ഗുട്ടൻ ടാഗ്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കാനാണ്, ഒരു ഡിസ്കഷൻ പോകാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മാർക്കറ്റിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ട് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന എഡ്യൂഫെയർ എന്ന ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു കാഷ്വൽ ഡിസ്കഷൻ ആയിട്ടായിരിക്കും ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ രണ്ടുപേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ഞങ്ങളുടെ ചെയർമാൻ ആയിട്ടുള്ള റോയ് സാറാണ്, അഡ്വക്കേറ്റ് കെ എം റോയ് സാർ. ആക്ച്വലി സാറിൻ്റെ ഒരു പാഷനായിട്ടാണ് ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് 2020 ജർമ്മനി നോൺ യൂറോപ്യൻ കൺട്രികളിലുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാം അനൗൺസ് ചെയ്ത മൊമെന്റിൽ തന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇതിൻ്റെ ഒരു ഫസ്റ്റ് മൂവർ ആയിട്ട് വരികയും ഇപ്പോൾ ഏറ്റവും അധികം കുട്ടികളെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ത്രൂ ജർമ്മനിയിലേക്ക് മൂവ് ചെയ്തതിന് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നുണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന അടുത്തൊരാൾ എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂഫെയറിൻ്റെ പ്രോസസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ ജെയിംസ് ആണ്. അപ്പോൾ ജെയിംസ് ആക്ച്വലി വളരെ ഹാപ്പി ആയിട്ടായിരിക്കും ഒരു ഡിസ്കഷനിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. കാര്യം എന്താ വെച്ചാൽ ലാസ്റ്റ് 2 ഇൻടേക്കുകളിൽ നമുക്ക് 100% വിസ സക്സസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്, ഇപ്പം ആസ് എ പേരന്റ്, ആസ് എ സ്റ്റുഡൻറ്റ്, ലൈക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാവാം. അപ്പോൾ നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ട്. ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ട് കുറേ അധികം സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ പറയാറുണ്ട് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ കുറേ അധികം ഇന്റർനെറ്റിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല, കുറേ മിത്തുകളും കാര്യങ്ങളൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഈ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു അതോറിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എക്സാക്ട്ലി എന്താണ് അതിൻ്റെ റിയാലിറ്റി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഡിസ്കഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് വളരെ കണ്ടൊരു ഇൻഫോർമേറ്റീവ് എന്നതിലുപരിയായിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഡിസ്കഷനുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള പല ചോദ്യങ്ങളായിരിക്കും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുന്നത്. അവസാനം വരെ തീർച്ചയായിട്ടും കേട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആദ്യം തന്നെ ഏറ്റവും സ്നേഹത്തോടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഇതിലിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികളെല്ലാവരും വന്ന്, ഇപ്പം ഞാനൊരു 2 years ആയിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കൗൺസിലേഴ്സ് ആണെങ്കിലും പേരൻ്റ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം B2 പാർഷ്യൽ മൊഡ്യൂൾ, 2 മൊഡ്യൂൾ 3 മൊഡ്യൂൾ വെച്ച് പോകാൻ പറ്റുമോ, അതോ ഫുൾ മൊഡ്യൂൾ വേണം, ഇങ്ങനെ ഒരു കുറേ അധികം കൺസേൺസ്. എനിക്കൊന്നും ജെയിംസും അത് ഫേസ് ചെയ്യുന്നുണ്ടാവും അല്ലേ കുറേ അധികം. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ് സാർ? ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് B2 ഫുൾ മൊഡ്യൂളിൻ്റെ ആവശ്യമുണ്ടോ, 2 മൊഡ്യൂൾ 3 മൊഡ്യൂളുകാർക്ക് പോകാൻ പറ്റുമോ, എന്താണ് അതിൻ്റെ റിയാലിറ്റി ആക്ച്വലി? ഓക്കെ, നമുക്ക് ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കുട്ടികൾ B2 പഠിച്ചു തുടങ്ങുമ്പോൾ തൊട്ടേ അവർ ചോദിക്കുന്നതാണ്, ഞാൻ ഫുള്ള് പാസ്സായില്ലെങ്കിൽ പോകാൻ പറ്റുമോ, 2 മൊഡ്യൂൾ പാസ്സായാൽ പോകാൻ പറ്റുമോ, 3 മൊഡ്യൂൾ പാസ്സായാൽ പോകാൻ പറ്റുമോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ജെയിംസിന് കൂടുതൽ എൻക്വയറി വരുന്നതിൽ ഈ ഒരു വലിയ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഞാൻ ഒരു കാര്യം ഇന്ററപ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, അഗെയിൻ നമ്മൾ കോണ്ടെക്സ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇത് മലയാളികളെല്ലാം മടിയന്മാരാണല്ലോ ഇന്ത്യക്കാർ. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പ വഴിയിൽ പോകുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഇതിന് പുറകിൽ ഉണ്ടാവാം കേട്ടോ. അതായത് 2 മൊഡ്യൂൾ കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് 4 മൊഡ്യൂൾ പഠിക്കുന്നത് എന്നുള്ളതാണ് ആളുകളുടെ ഒരു ചിന്ത. ഓക്കെ, അപ്പൊ ഇതിനൊരു ഉത്തരം പറയാവുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ, ആക്ച്വലി ജർമ്മനിയിലെ ഒരു ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് ജർമ്മൻ ലാംഗ്വേജ് ഇന്ന ലെവൽ ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ളൊരു നിബന്ധനയില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവിടെ ചെന്ന് ജർമ്മൻ മീഡിയത്തിൽ ഈ പ്രോഗ്രാം പഠിക്കണമെങ്കിൽ ഒരു B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജിൻ്റെ സ്കില്ല് ഉള്ളൊരു വിദ്യാർത്ഥിക്കാണ് അത് എളുപ്പമായിട്ട് പാസ്സാവാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 ഇൻടേക്കിൽ നമ്മുടെ അടുത്തു നിന്ന് B2 ഫുൾ മൊഡ്യൂൾ ഇല്ലാത്ത കുട്ടികൾ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. B2 2 മൊഡ്യൂളുള്ള കുട്ടികൾ പോയിട്ടുണ്ട്, 3 മൊഡ്യൂളുള്ള കുട്ടികൾ പോയിട്ടുണ്ട്, ഫുൾ മൊഡ്യൂളുള്ളവർ പോയിട്ടുണ്ട്, B1 പാസ്സായ കുട്ടികൾ പോയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു പ്രാക്ടിക്കലായിട്ട് ഇതിൻ്റെ ഒരു റിയാലിറ്റി പറയാൻ പറ്റുന്നത്, ഏറ്റവും നല്ലത് B2 4 മൊഡ്യൂൾ പാസ്സാവണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം 4 മൊഡ്യൂൾ പാസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജർമ്മൻ എംപ്ലോയർ നോക്കുമ്പോൾ അവരുടെ ലാംഗ്വേജ് സ്കില്ല് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ അവർക്ക് ഇൻ്റർവ്യൂവിൽ കുറച്ചൊക്കെ ഒന്ന് പെർഫോം ചെയ്താൽ അവർക്ക് പെട്ടെന്ന് അവർക്ക് എന്താ പറയുക, അവരെ എടുക്കുകയും അവർക്ക് വിസ കിട്ടാനൊക്കെ എളുപ്പമുണ്ട്. ഇപ്പോൾ പാർഷ്യൽ മൊഡ്യൂളുള്ള കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പാർഷ്യൽ മൊഡ്യൂൾ ആകുമ്പോൾ അവർ ആ ലാംഗ്വേജ് സ്കിൽ അത്രത്തോളം അവർ പ്രകടിപ്പിക്കണം. എംപ്ലോയർ ഒരു റിസർവേഷനിലാണ് നിൽക്കുന്നത്, ഈ കുട്ടിക്ക് പാർഷ്യൽ മൊഡ്യൂളേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് ഇവരുടെ ആ ലാംഗ്വേജ് സ്കിൽ അവർ പ്രത്യേകമായിട്ട് നോക്കും. അപ്പം ഇതിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ B2 4 മൊഡ്യൂൾ പാസ്സാകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നിങ്ങൾക്ക് പാർഷ്യൽ മൊഡ്യൂൾ ആണെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജിൽ സ്കില്ലുണ്ടാവണം, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ല ഉണ്ടെങ്കിൽ പാർഷ്യൽ മൊഡ്യൂളുകാർക്കും പോകാൻ വേണ്ടി സാധിക്കും. സാർ, ഒരു കാര്യം എനിക്ക് അതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് B1 4 മൊഡ്യൂളുള്ള ഒരു കുട്ടി നമുക്ക് കഴിഞ്ഞ ഇൻടേക്കിൽ പോയിട്ടുണ്ടായി. അപ്പോൾ കോമൺലി എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, B1 4 മൊഡ്യൂൾ കൊണ്ട് പോകാമല്ലോ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് B1 4 മൊഡ്യൂൾ പറയാതെ B2 തന്നെ പറയാൻ കാരണം? അപ്പോൾ എനിക്കത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ
സാറ് പറഞ്ഞ പോലെ തന്നെ ജർമ്മൻ അതോറിറ്റീസ് ഒരിക്കലും B2 എന്നൊരു ലെവൽ അവർ പറയുന്നില്ല. പക്ഷേ ഒരു എംപ്ലോയറുടെ മുമ്പിൽ നമ്മളൊരു കാൻഡിഡേറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർ B1 ലെവലും B2 ലെവലും ആണെങ്കിൽ ഒബ്വിയസ്ലി എംപ്ലോയർ ചൂസ് ചെയ്യുക കുറച്ചുകൂടെ ലാംഗ്വേജ് സ്കില്ല് കൂടുതലുള്ളവരായിരിക്കും. അതായത് നമ്മൾ നമ്മുടെ ഒരു ക്വാളിറ്റി ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് 100% വിസ സക്സസ് കിട്ടണം, എല്ലാ കുട്ടികളും അവിടെ പോയാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം, അവർക്ക് പെട്ടെന്ന് ക്ലാസ്സിൽ അഡോപ്റ്റഡ് ആവാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ കഴിഞ്ഞ ഇൻഡേക്ക് പോയി നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞു 1 മന്ത് കൊണ്ട് അവർ ഓക്കെ ആയി അവിടെ ലാംഗ്വേജിനെ. അതേ സമയത്ത് മറ്റ് സ്ഥലത്തൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ പലപ്പോഴും അവർക്ക് ഈ ലാംഗ്വേജുമായിട്ട് റെഡിയായി വരാൻ വേണ്ടിയിട്ട് കുറേ ദിവസം സമയം എടുക്കുന്നതായിട്ട് കാണാം, സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടൊക്കെ കാണാമെന്ന് പറയുന്നു. ഇതില്ലേ ഇപ്പം ജെയിംസിന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മളിപ്പം ഒരു 3-4 ഇൻടേക്കുകളായിട്ട് ജെയിംസ് ഈ പ്രോസസ്സ് ഗ്രൗണ്ട് ലെവലിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഇപ്പോൾ റോയ് സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം B2 ഫുൾ മൊഡ്യൂൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നമ്മൾ പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി എംപ്ലോയർക്ക് അതൊരു കൺസേൺ ആയിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ പാർട്ട് മൊഡ്യൂളുകാരെയും ഫുൾ മൊഡ്യൂളുകാരെയും ഒരു എംപ്ലോയറുടെ സൈഡിലുള്ള അപ്രോച്ച് എന്താണ്? ഇപ്പോൾ പാർട്ട് മൊഡ്യൂളുകാരെ സെലക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും അവർ പാർട്ട് മൊഡ്യൂളുകാരെ എടുക്കുന്നുണ്ടാവും? ഇതിനകത്ത് 2-3 കാര്യങ്ങൾ എംപ്ലോയീസ് നോക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു കാൻഡിഡേറ്റ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ ലാംഗ്വേജ് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് അവർ നോക്കുക. അവർക്ക് എത്രത്തോളം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ സർവൈവ് ചെയ്യും. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ജർമ്മനി ചെന്നിട്ട് ഈ ഒരു കോഴ്സ് പഠിക്കും, വലിയൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അവർ പഠിപ്പിക്കുന്നവർക്ക് മനസ്സിലാവാൻ കേപ്പബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഈ കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യം നോക്കുക. രണ്ടാമത്, ഈ കുട്ടി പാർഷ്യൽ മൊഡ്യൂൾ ആയിക്കോട്ടെ ഫുൾ മൊഡ്യൂൾ ആയിക്കോട്ടെ, ഇപ്പോൾ ഫുൾ മൊഡ്യൂളായ കുട്ടികളും ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ സെലക്ട് ആവാത്ത കുട്ടികളുണ്ട്. ആ സമയം പാർട്ട് മൊഡ്യൂളുള്ള ഒരു ആദ്യത്തെ റൗണ്ടിൽ തന്നെ സെലക്ട് ആവുന്നവരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നോക്കുന്നത് അവർക്ക് ഈ ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാർഷ്യൽ മൊഡ്യൂളാകുമ്പോഴത്തേന് എംപ്ലോയീസ് കുറച്ച് കൂടുതൽ ഫിൽട്ടർ ഔട്ട് ചെയ്യും. കാരണം സ്ക്രൂട്ടിനി കുറച്ചുകൂടെ കൂട്ടും. കാരണം ഈ കുട്ടികൾ അവിടെ ചെന്നിട്ട് ഇത് പാസ് ആവാനുള്ള കേപ്പബിലിറ്റി കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പേ 4 മൊഡ്യൂളായി ഫ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ഉള്ളവർ മാക്സിമം നോക്കും. പിന്നെ എല്ലാ എംപ്ലോയീസും പാർഷ്യൽ മൊഡ്യൂൾസ് അക്സെപ്റ്റ് ചെയ്യത്തില്ല, കാരണം അവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. പക്ഷേ റിസ്ക് എടുക്കുന്ന എംപ്ലോയീസ് ഉണ്ട്. കാരണം അങ്ങനെയുള്ളവരുടെ അടുത്തേക്കാണ് നമുക്ക് പാർഷ്യൽ മൊഡ്യൂൾസിന്റെ ഇന്റർവ്യൂസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് പാർഷ്യൽ മൊഡ്യൂളുകാർ നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് കുറെ കൂടി ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ? ഇപ്പൊ ലാസ്റ്റ് മൊമെന്റ് വന്നാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഇൻടേക്കിൽ ഒക്ടോബറിലെ, ഈ ഇൻടേക്കിലേക്ക് വേണ്ടി കഴിഞ്ഞ ഒക്ടോബറിലെ നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. മാർച്ച് ഇൻടേക്കിൽ 2025 മാർച്ച് ഇൻടേക്കിൽ അന്ന് പാർഷ്യൽ മൊഡ്യൂളിൽ നമ്മളുടെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തവരാണ് നമ്മുടെ ആദ്യത്തെ അപർണയും. അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ പകുതി കഴിഞ്ഞപ്പോഴത്തേനും അവർ സെലക്ട് ആയി. നവംബർ അവർക്ക് ഓഫർ ലെറ്റർ വന്നതിന് മുമ്പ് ഫുൾ മൊഡ്യൂളായി. അവർ പാർഷ്യൽ മൊഡ്യൂളിലാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതും കുട്ടികൾ സെലക്ട് ആയതും ഓഫർ ലെറ്റർ വരുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് ഇവർ ഫുൾ മൊഡ്യൂൾ പാസ്സായത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പാർഷ്യൽ മൊഡ്യൂളിൽ ഏതെങ്കിലും കുട്ടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇൻടേക്കൊക്കെ നോക്കുന്ന കുട്ടികളാണെങ്കിൽ ഓഗസ്റ്റിലോ അത് സെപ്റ്റംബറിലോ ഒന്നും അല്ല ഈ ഫയലിലായിട്ട് പോകണ്ടേ. അത് ഈ കുട്ടിയുടെ ഒരു വലിയൊരു, എനിക്ക് തോന്നുന്നത് അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവർ അടുത്ത സെപ്റ്റംബറിലല്ലേ ഇപ്പോഴേ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്നിട്ട് അവർ പല സ്ഥലത്തും അന്വേഷിച്ച് നടക്കും. എന്നിട്ട് ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോഴേക്കും എന്താ പറയുക, ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും വന്നാൽ പലപ്പോഴും നമുക്ക് കുറേ എംപ്ലോയർ ഇൻ്റർവ്യൂ ആ ഇൻടേക്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. അതേ സമയത്ത് അവർ വളരെ നേരത്തെ വരികയാണെങ്കിൽ ഒരു എംപ്ലോയർ സെലക്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത എംപ്ലോയർ അവർക്ക് ഒരുപാട് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു എംപ്ലോയർ ഇതിൽ സെലക്റ്റഡ് ആയിട്ട് അവർക്ക് പോകാൻ വേണ്ടി സാധിക്കും. എനിക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലായി, ഞാനിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ നിങ്ങളൊരു എമൗണ്ട് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ കൺസേൺഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കൊമോഡിറ്റി എന്ന് പറഞ്ഞ ടൈമാണ് ആക്ച്വലി. ഇപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അറിയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേര് ഷിഫ എന്നാണ്, ആലപ്പുഴയിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 15 ദിവസത്തെ ഡിലേ കൊണ്ടാണ് ആക്ച്വലി ഒരു ഇൻടേക്ക് തന്നെ മിസ്സായി പോയത് അല്ലേ? അത് ആ കുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കുട്ടിയുടെ വിസ അടിച്ചു വരാൻ ഒരു 1 വീക്ക്, ബേസിക്കലി മാർച്ചിൽ ക്ലാസ് തുടങ്ങിയ ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ മാക്സിമം ലാസ്റ്റ് അവിടെ ചെല്ലാനുള്ള ഒരു ഇത് കൊടുത്തിരുന്നത് മാർച്ച് 19 പക്ഷെ ആ കുട്ടിക്ക് വിസ അടിച്ചു വന്നത് മാർച്ച് 20 പക്ഷെ ഞാൻ പറഞ്ഞ നമ്മളൊരു ആക്ഷൻ കുറച്ച് നേരത്തെ എടുത്തിരുന്നെങ്കിൽ, അതായത് ഒരു ഇൻടേക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ എന്തൊക്കെ എഫക്റ്റാണ് ഉണ്ടാകുന്നത് വെച്ചാൽ 1.5 ലക്ഷം രൂപ മന്ത്ലി സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ 6 മാസത്തെ 6 × 1.5 ലക്ഷം 9 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവരുടെ ജീവിതത്തിൽ 6 മാസം നഷ്ടപ്പെട്ടു പോയി. പല വിധത്തിൽ കിട്ടാവുന്ന ബെനിഫിറ്റുകളൊക്കെ 6 മാസം ഡിലേ ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടിലിരിക്കുമ്പോൾ ഇപ്പം ഈ കുട്ടിയുടെ അല്ലെങ്കിൽ കോമൺലി ഇങ്ങനെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടുകാർ നാട്ടുകാരൊക്കെ അറിഞ്ഞു കുട്ടിക്ക് പോവുകയാണ്, എല്ലാം റെഡിയായി, എന്നിട്ട് പോകാൻ പറ്റാതെ വരുമ്പോഴുള്ള നാട്ടുകാരുടെ ചോദ്യങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ മാനസികമായിട്ട് ഒത്തിരി തളർത്തുന്നുണ്ട്. അത് അവരെടുക്കുന്ന തീരുമാനം കുറച്ച് ലേറ്റായി പോയതിൻ്റെ
പ്രശ്നം കൊണ്ടാണ് കൂടുതലും അങ്ങനെ. അതായത് ഒരു ദിവസമോ മേ ബി ലൈക്ക് ഒരു ദിവസം ഒരു വീക്കൊക്കെ നിങ്ങളിപ്പോൾ ഇന്ന് വേണ്ട നാളെ ആട്ടെ മറ്റന്നാളെ എന്ന് വിചാരിക്കുമ്പോൾ ഇപ്പോൾ എഡ്യൂഫ്ലെയർ അല്ല ഏതൊരു കൺസൾട്ടൻസി ആണെങ്കിലും എവിടെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഈ ടൈം ഡിലേ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് ഇതിൽ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്രോസസ്സിനെ പറ്റി ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അതായത് പല ഘട്ടങ്ങളിൽ കൂടി കടന്നു പോയിട്ടാണ് ഒരു കുട്ടിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നതും പിന്നെ വിസ ഇന്റർവ്യൂ വിസ ഇങ്ങനെയൊക്കെയുള്ള ഇത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലായിരിക്കും കുറച്ചും കൂടി ആളുകൾക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നത്. ഇതിനൊരു 4-5 മാസത്തെ ഒരു പ്രോസസ് ഡ്യൂറേഷൻ ഉണ്ടെന്നുള്ള കാര്യം സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് ചെയ്താലാണ് ഇവർക്ക് പോകാൻ പറ്റുന്നത് മനസ്സിലാവുമ്പോഴാണ് ആളുകൾക്ക് അത് മനസ്സിലാകുന്നത്. കുട്ടികൾ വിചാരിക്കുന്ന പാസ്സായി ഒരു പേപ്പർ കൊടുത്താൽ പിറ്റേ ദിവസം പോകാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലാണ് അവർ പലപ്പോഴും വരുന്നത്. മേ ബി അത് എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഞാൻ പറഞ്ഞത് ഒരു കുറച്ച് ടൈം എടുത്ത്. കാര്യം എന്താ വെച്ചാൽ സാറ് പറഞ്ഞ പോയിന്റ് ഈവൻ പേരൻസിനാണെങ്കിലും ലാംഗ്വേജ് പഠിച്ച കുട്ടികൾക്ക് പോലും ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല ലൈക്ക് പേഴ്സണലി. അപ്പോൾ നമ്മളിവരും ഇപ്പോൾ ജെയിംസിനെ സംബന്ധിച്ച് ഈ എൻറ്റയർ പ്രോസസ്സ് ലൈക്ക് ഒരു 100-ലധികം കുട്ടികൾക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു എൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നേരത്തെ ചോദിച്ച പാർട്ട് മൊഡ്യൂളായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം കൂടി ഒന്ന് ക്ലാരിറ്റി എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സപ്പോസ് ഇപ്പം 2 മൊഡ്യൂൾ വെച്ചിട്ടോ 3 മൊഡ്യൂൾ വെച്ച് ഒരാൾ ജർമ്മനിയിലേക്ക് ഹൗസ് ബിൽഡിംഗ് കയറി പോയി എന്ന് വിചാരിക്കുക. അവർക്ക് ഈ റിമൈനിങ് മൊഡ്യൂൾസ് എഴുതിയെടുക്കേണ്ടി വരില്ല ജെയിംസേ? തീർച്ചയായും. കാരണം ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീഷൻ വേണം. അവർ ഏത് ലെവലും ആയിക്കോട്ടെ, B1 ആയിക്കോട്ടെ B2 ആയിക്കോട്ടെ, അതിൻ്റെ ഒരു കംപ്ലീഷൻ വേണം. അപ്പോൾ 2 മൊഡ്യൂളിലോ 3 മൊഡ്യൂളിലോ നിന്ന് അവർക്ക് ഹൗസ് ബിൽഡിംഗ് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അവർ 4th മൊഡ്യൂള് അല്ലെങ്കിൽ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 3-3.5 വർഷമാണ് അതിന് ഡ്യൂറേഷൻ വരുന്നത്. 3 to 3.5 years ആണ്. ആ പീരീഡിനുള്ളിൽ ഇവർ കംപ്ലീറ്റ് ചെയ്താൽ മതിയോ? എക്സാക്ട്ലി. ആ ഒരു നമ്മൾക്കൊരു 2 years അവർ നോർമലി പറയുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1 to 2 yearനുള്ളിൽ ജർമ്മനിയിൽ നമ്മൾ ലാൻഡ് ചെയ്തിട്ട് 2 yearനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഹൗസ് ബിൽഡിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് അവർക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് പല ആളുകളുടെ ഒരു സംശയം. അപ്പോൾ കുട്ടികൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോയ പിന്നെ നാട്ടിലേക്ക് വരാൻ പറ്റുമോ, ലീവ് കിട്ടുമോ, പിന്നെ എവിടെ നിന്ന് ഈ എക്സാം എഴുതും, ഇതൊക്കെ അവരുടെ ഒരു കൺസേൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് അഡ്രസ്സ് ചെയ്ത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് ജെയിംസ് ഒന്ന് പറയും ഇതിനെ പറ്റി. സോ ബേസിക്കലി ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഈ ഒരു പ്രോസസ്സിന് ഇപ്പോൾ നമുക്കറിയാം ഒരു 3 to 6 months എടുക്കുന്ന ഒരു ഇതാണ്. അപ്പം നമുക്ക് ഒരു നേരത്തെ ഡ്യൂറേഷനിൽ ഇപ്പോൾ ഒരു പാർട്ട് മൊഡ്യൂൾ ഫയൽസ് കിട്ടിയ കുട്ടികളാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവർക്ക് ഇൻ്റർവ്യൂ കിട്ടുമോ ഫ്ലൈയോ എന്തോ ആയിക്കോട്ടെ, അവർ ആദ്യമേ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻ്റർവ്യൂവിനോടൊപ്പം തന്നെ ഫോക്കസ് ചെയ്യേണ്ട പെൻഡിങ് മൊഡ്യൂൾസ് പാസ്സാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ആദിത്യയും അപർണയും. അവർ വിസ വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഓഫർ വരുന്നതിന് മുന്നേ അവർ 4 modules പാസ്സായി. ലെറ്റ് ഇറ്റ് ബി. അവർ സെലക്ട് ആയതും ഫ്ലൈ ആയതും പാർഷ്യൽ മൊഡ്യൂളാണെന്ന് തന്നെ അസ്യൂം ചെയ്യാം. അവർ പാർഷ്യൽ മൊഡ്യൂളിൽ അവിടെ ഫ്ലൈ ചെയ്തു ചെന്നു കഴിഞ്ഞാൽ അവർക്ക് 2 ചോയ്സ് ഉണ്ട് അവർക്ക്. ഒന്നെങ്കിൽ അവർക്ക് ജർമ്മനിയിൽ നിന്ന് തന്നെ ഈ പെൻഡിങ് മൊഡ്യൂൾ എഴുതിയെടുക്കാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിലേക്കോ വന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് ഞാൻ ഒരു കാര്യം ഇന്ത്യയിലേക്ക് അവർക്ക് ഈ വെക്കേഷൻസിന് അവർക്ക് ലീവിന് നാട്ടിലേക്ക് വരാം. അവർക്ക് ഇത്ര സ്റ്റൈപ്പൻഡ് ഒക്കെ കിട്ടുന്ന അവർക്ക് പൈസയുണ്ട് ഫ്ലൈറ്റിൽ വന്ന് മടങ്ങി പോകാനൊക്കെ. നമ്മളിപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ ഇന്ത്യക്ക് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമ്മൾ ലീവിൽ നാട്ടിലേക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ തിരിച്ചു വന്നവരെ. അപ്പോൾ കുട്ടികൾ വിചാരിക്കുന്നതില്ല അവിടെ പോയാൽ അവർക്ക് വരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടുന്ന് തന്നെ ഇവിടെ ഒരു എക്സാം സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് അവരതിന് വന്നിട്ട് അവർക്ക് എക്സാം ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം ആളുകൾ ചിന്തിക്കുക എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്നിട്ടാണല്ലോ ജർമ്മൻ പഠിക്കുക. ഇപ്പോൾ ജർമ്മനി പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ജർമ്മൻ നമ്മൾ സംസാരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുക ഓട്ടോമാറ്റിക്കലി നാട്ടിലേക്ക് എന്തിനാണ് തിരിച്ചു വരുന്നത്, ജർമ്മനിയിൽ നിന്ന് എക്സാം എഴുതിയാൽ പോരെ. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അതെങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആണോ ജർമ്മനിയിൽ നിന്ന് എക്സാം ഒക്കെ എഴുതുക എന്നുള്ളത്? ജർമ്മനിയിൽ നിന്ന് എക്സാം എഴുതുന്നത് പോസിബിൾ ആണ്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ സ്റ്റാൻഡേർഡ് കുറച്ചും കൂടി കൂടുതലായിരിക്കും എക്സാമിന്റെ. നമ്മളിപ്പം ജർമ്മനിയുടെ പുറത്തുള്ളവർ പഠിക്കുമ്പം ഒരു മിനിമം സ്റ്റാൻഡേർഡ് വെച്ചിട്ടല്ലേ ഒരു ഫോറിൻ ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ എക്സാം എഴുതാനും പാസ്സാവാനും കുറെ കൂടി എളുപ്പമാണ്. അവിടെ ജർമ്മൻകാരുടെ സ്റ്റാൻഡേർഡിൽ എക്സാം എഴുതിയിട്ട് പാസ്സാവേണ്ടി വരും എന്നുള്ള വ്യത്യാസമാണ് ഉള്ളത്. അത് നമ്മുടെ കുട്ടികൾ പോയിട്ട് പറയുന്നില്ല, ജർമ്മൻകാർ സ്പീഡിലാണ് ജർമ്മൻ പറയുന്നത്, നമ്മൾ പഠിച്ച പോലെയല്ല. പിന്നെ സ്ലാങ് വ്യത്യാസം ഉണ്ടാവും ഓരോ സ്ഥലത്തും. ഡയലക്ട്സ് നമ്മൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നോക്കുവാണെങ്കിൽ ഡയലക്ട് ഡിഫറൻസ് ഉണ്ട്. ഈ കോസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ട്? എക്സാം ഫീസിലൊക്കെ കോസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ജർമ്മനിയിൽ പോയിട്ട് നമ്മളൊരു മൊഡ്യൂളൊക്കെ എഴുതണമെങ്കിൽ ഇതിന്റെ കൺവേർഷൻ ആണ് മെയിൻലി വരുന്നത്. ഒരു 1.5 ലക്ഷം തൊട്ട് 2 ലക്ഷം വരെ അവർക്ക് എക്സ്പെൻസ് വരും ഈ പറഞ്ഞ അവിടെ എക്സാം എഴുതാൻ. അവിടെയും ഈ പറഞ്ഞ പോലെ ഇത്രയും സ്റ്റാൻഡേർഡിൽ വരുമ്പോഴത്തേനും കുട്ടികൾക്ക് ഒരു പേടിയാണ് പാസ്സാവും ഇല്ലയോ എന്നുള്ളത്. കോൺഫിഡൻ്റ് ആയിട്ട് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ആ പഠിക്കണതിൻ്റെ ഇടയ്ക്ക് തന്നെ എപ്പോഴെങ്കിലും എക്സാം എഴുതിയോ പാസ്സാവാം. അതല്ലെങ്കിൽ അവർ സാർ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മുൻകൂട്ടി എപ്പോഴത്തേനാണ് ഇവർക്ക് നേരത്തെ അറിയാം, ഇവർക്ക് ഷെഡ്യൂൾ പറഞ്ഞിട്ട് ഏത് സമയത്തേക്കാണ് ഇവർക്ക് ലീവ്സ് വരുന്നത്, എത്ര ദിവസം ലീവ് ഉണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം. എക്സാക്ട്ലി. അപ്പോൾ അതനുസരിച്ച് അവർ നേരത്തെ സ്ലോട്ട് ബുക്ക് ചെയ്ത് നാട്ടിൽ വന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും സെൻറ്റർ എടുത്ത് എക്സാം എഴുതി പാസ്സായാലും മതി, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. സോ എനിക്ക് തോന്നുന്നു പാർട്ട് മൊഡ്യൂളുകാർക്ക് ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ അഗെയിൻ ഒരു കസ്റ്റമർ പെർസ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നത്. പാർട്ട് മൊഡ്യൂളുകാർ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് അവിടെ ചെന്നിട്ട് അവർ 3 മാസം കൊണ്ട് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആവും.
ഓട്ടോമാറ്റിക്. അതായത് പിന്നെ ജർമ്മൻ മീഡിയത്തിലല്ല എല്ലാം ചെയ്യുന്നത്. അത് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, വായിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലാ കാര്യം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വളരെ വേഗം അത് ഫ്ലുവൻ്റ് ആയിട്ട് വന്ന് പരീക്ഷ എഴുതി അവർ തീർച്ചയായിട്ടും ഒരു പാസ്സാവും. അതായത് നമ്മൾ പേഴ്സണലി ഇപ്പം ഞാനും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ജർമ്മൻകാർ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഇത്രയും വാശി പിടിക്കുന്നത് നമ്മളെ ഭാഷ പഠിച്ച് എങ്ങനെയെങ്കിലും അവർക്ക് അത് പ്രൂവ് ചെയ്യണമെന്നത് കൊണ്ടല്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 98% ആളുകളും ജർമ്മൻ ഭാഷ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്തേക്കാണ് ഇവർ പോകുന്നത്. ഇപ്പോൾ എസ്പെഷ്യലി നഴ്സിംഗ് പോലത്തെ ഒരു ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ അക്കാദമിക്കലി ഷുളയിൽ ഇവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാവണം. ഇവർ പേഷ്യൻസുമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇന്ററാക്ഷൻസ് വരുമ്പോൾ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോമൺ പീപ്പിളിന് ജർമ്മനി അറിയത്തുള്ളൂ, അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്നവർക്കാണ് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാം. അത് വളരെ ചുരുക്കം ആൾക്കാർക്കേ അറിയത്തുള്ളൂ. അത് നമ്മൾ ഈ ജർമ്മനിയുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ അവർ ആൻഷ്യൻ്റ് കാലം തൊട്ട് അവരുടെ നേഷനോട് ഭയങ്കര പ്രൈഡ്, അവരുടെ എന്താ പറയുക മാതൃഭാഷയോട് അവർക്ക് ഭയങ്കര പ്രൈഡുള്ള ആളുകളാണ്. അപ്പോൾ അവർ എല്ലാ കാര്യം അതിൽ തന്നെ ചെയ്യാനാണ് അവർ നോക്കുന്നത്. അതായത് ഇംഗ്ലീഷ് അറിയാവുന്ന ജർമ്മൻകാരനാണെങ്കിൽ പോലും അവർ ജർമ്മൻ ഭാഷയിൽ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. തമിഴ്നാടുകാരൊക്കെ കാണിക്കുന്ന ആ ഒരു അഫെക്ഷൻ ഉണ്ടല്ലോ ലാംഗ്വേജിനോട്. അതെ. അപ്പോൾ അതാണ് അതിന്റെ റീസൺ ആക്ച്വലി. അല്ലാണ്ട് അവർക്ക് നമ്മൾ വാശിയൊന്നുമില്ല. നമ്മളെ ജർമ്മൻ മേ ബി ഒരു പരിധി വരെ ഉണ്ടാവും. പക്ഷേ അതിന്റെ റീസൺ ഇതാണ് ആക്ച്വലി. പ്രാക്ടിക്കലി നമുക്ക് ഇത് അവിടെ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളതാണ്. EduFlair, education driven by passion.